ഏവരെയും വിശുദ്ധ വേദപുസ്തക പദപരിചയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 20-ാം വാക്യത്തിൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി ഉയർത്തിരിക്കുന്നു എന്ന് നമുക്ക് വായിക്കുവാൻ സാധിക്കും. മരിച്ചുപോയവരെ നിദ്ര കൊള്ളുന്നവർ എന്ന പ്രയോഗം കൊണ്ടാണ് പൗലോസ് വളരെ രസകരമായി അവതരിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. കീമാവ് എന്ന ഗ്രീക്ക് പ്രയോഗമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ടു സ്ലീപ്പ് അഥവാ നിദ്ര എന്ന അർത്ഥമാണ് നമുക്ക് ഈ പദത്തിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കുക. നിദ്ര അല്ലെങ്കിൽ ഉറക്കം എന്നത് ഒരു താൽക്കാലികമായ വിശ്രമമാണെന്നും ഉറക്കത്തിൽ നിന്നും ഉണരുവാൻ സാധിക്കും എന്നും കൂടെ നാം മനസ്സിലാക്കണം. ഇവിടെ മരണത്തെ പൗലോസ് ഒരു നിദ്രയുമായി ഉപമിക്കുമ്പോൾ മരണം എന്നത് വിശ്വാസികൾക്ക് ക്രിസ്തുവിലുള്ള നിദ്രയാണെന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കണം. വിധവയുടെ മരിച്ചുപോയ മകനോട് ബാലിക്കാര എഴുന്നേൽക്ക എന്നും യായിറോസിന്റെ മകളോട് ബാലെ എഴുന്നേൽക്ക എന്നും പറഞ്ഞുകൊണ്ടാണ് അവരെ മരണത്തിൽ നിന്നും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദങ്ങളെ നാം പരിശോധിക്കുമ്പോൾ ഉറക്കത്തിൽ നിന്നും നാം എണീച്ചു വരുവാനായിട്ട് ഉപയോഗിക്കുന്ന പ്രയോഗങ്ങളാണെന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. വേക്കപ്പ് അല്ലെങ്കിൽ ഗെറ്റപ്പ് എന്ന പ്രയോഗമാണ് യഥാക്രമം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെയാണ് യേശുവിൻ്റെ ഉത്ഥാനത്തെ നാം വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതിൻ്റെ ആവശ്യകത നിലനിൽക്കുന്നത്. ഇവിടെ പുനരുജ്ജീവനം എന്നതിനെയും പുനരുദ്ധാനം എന്നതിനെയും വേർതിരിച്ച് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. റിസസിറ്റേഷൻ അഥവാ പുനരുജ്ജീവനം എന്നത് ടെമ്പററി റിസ്റ്റോറേഷൻ ഓഫ് ലൈഫ് ആണെന്നും യേശു പുനരുജ്ജീവിപ്പിച്ചവരാണ് യായിറോസിന്റെ മകളും വിധവയുടെ മകനും മറിയയുടെ സഹോദരൻ ലാസറുമെല്ലാം എന്ന് നാം തിരിച്ചറിയണം. അതോടൊപ്പം റിസറക്ഷൻ അഥവാ പുനരുദ്ധാനം എന്നത് ക്രിസ്തു കാണിച്ചു തന്ന മാതൃകയാണെന്നും പെർമനന്റ് ട്രാൻസ്ഫോർമേഷൻ ഇൻ ടു എറ്റേണൽ ലൈഫ് വിത്ത് എ ഗ്ലോറിഫൈഡ് ബോഡി എന്നതാണെന്നും നാം മനസ്സിലാക്കണം. പുനരുദ്ധാനം നിത്യതയിലേക്കുള്ള സ്ഥിരമായ രൂപാന്തരമാണെന്നും അത് അക്ഷയതയിൽ അടിസ്ഥാനപ്പെട്ടതാണെന്നും നാം മനസ്സിലാക്കണം. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 52-ഉം 53-ഉം വാക്യങ്ങൾ നാം പരിശോധിക്കുമ്പോൾ മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും മർത്യമായത് അമർത്യതയും ധരിക്കുമെന്നും കാണുവാൻ നമുക്ക് സാധിക്കും. അപ്രകാരം ക്രിസ്തുവിൻ്റെ ഉത്ഥാനം ആദ്യഫലമാണെന്ന് വിശ്വസിക്കുന്ന നമുക്ക് അദ്രവത്വത്തിലും അക്ഷയതയിലും അടിസ്ഥാനപ്പെട്ട ശരീരങ്ങളോട് കൂടിയുള്ള പുനരുദ്ധാനം ക്രിസ്തു മൂലം സാധ്യമാണെന്ന് തിരിച്ചറിയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.